ഭൂമിക്കടിയിൽ നിന്ന് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചു. ലോകമാകെ ചർച്ചയായിരിക്കുകയാണ് ഇറാനിൽ നടന്ന അപ്രതീക്ഷിതമായ ഭൂകമ്പം. ഇറാൻ ഇസ്രായേൽ സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഇറാനെ നടുക്കിയ അപ്രതീക്ഷിതമായ ഭൂകമ്പത്തിന് പിന്നിൽ ഇസ്രായേൽ ആയിരിക്കുമോ എന്ന സംശയത്തിലാണ് ലോകരാജ്യങ്ങൾ. ഇതുവരെ ആകാശത്തും കരയിലുമായിട്ടായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോഴിതാ ഭൂമിക്കടിയിൽ നിന്ന് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചതായിരിക്കുമോ, ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ലോകമാകെ അമ്പരപ്പോടെ ചോദിക്കുന്നത്. ഒക്ടോബർ 5-നാണ് ഇത്തരത്തിൽ ഇറാനിൽ ഒരു ഭൂകമ്പം സംഭവിച്ചിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം രാവിലെ 10:45 സെംനാൻ പ്രവിശ്യയിലെ അരാധൻ കൗണ്ടിലാണ് ഉണ്ടായത്. ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിന്റെ സൂചനയാണോ ഈ ഭൂകമ്പം എന്നതായിരുന്നു ആശങ്കയായതും. എന്നാൽ ആണവശേഷി പരീക്ഷിക്കുന്നതിന് ഒരു രാജ്യം ഉടനടി പ്രവർത്തനക്ഷമമായ ആണവായുധം സ്വന്തമാക്കുമെന്ന അർത്ഥമില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ആയിരിക്കുമോ ഈ ഒരു ഭൂകമ്പത്തിന് പിന്നിലെന്നും ചോദ്യമാകുന്നു. ഏകദേശം 12 കിലോമീറ്റർ താഴ്ചയിലാണ് ഇത്തരമൊരു ഭൂചലനം ഉണ്ടായതെന്നാണ് ടെഹ്റാൻ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ ഫിസിക്സിനെ ഉദ്ധരിച്ച് മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇക്കഴിഞ്ഞ ഒക്ടോബർ 1-ന് 180 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടിരുന്നു. ഇസ്രായേലിന് നേരെയുള്ള ഏറ്റവും വലിയ നേരിട്ടുള്ള ആക്രമണമായിരുന്നു ഇതെന്നാണ് വിലയിരുത്തുന്നത്. ഇതിന് മറുപടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതോടെ പശ്ചിമേഷ്യ ആകെ യുദ്ധഭീതിയിലെന്നാണ് വിവരങ്ങൾ. അതേസമയം ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ച് 1 വർഷം പൂർത്തിയായിരിക്കുമ്പോഴും ഇസ്രായേൽ യുദ്ധം കടുപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-നായിരുന്നു ലോകത്തെ നടുക്കിക്കൊണ്ട് ഇസ്രായേലിനെതിരെ ഹമാസിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ 1200ഓളം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ. അതിൽ 250-ലേറെ പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇസ്രായേൽ പ്രത്യാക്രമണം തുടങ്ങി. 1 വർഷത്തിനിപ്പുറം ഗാസയിൽ 42,000 പേർ കൊല്ലപ്പെട്ടു. 1,00,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതായത് 1-ാം വാർഷിക ദിനത്തിൽ തന്നെ ഇസ്രായേൽ ജബലയിൽ ആക്രമണം ശക്തമാക്കിയിരുന്നു. അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമണം നടത്തി. 17 പേരാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ജബലയിലേക്ക് പുറമെ വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതായത് ഈ ആക്രമണത്തിൽ മരിച്ചവരിൽ 9 പേർ കുട്ടികളെന്ന വിവരമാണ് പാലസ്തീൻ സിവിൽ ഡിഫൻസ് വ്യക്തമാക്കുന്നത്. പ്രദേശത്ത് ഇസ്രായേൽ ശക്തമായി സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇസ്രായേൽ ഇവിടെ സൈനിക വിന്യാസം നടത്തുന്നത് തന്നെ മാസങ്ങൾക്ക് ശേഷമാണ്. കൂടാതെ രാത്രി നിരവധി തവണയാണ് ജബലിക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്നാണ് ഫലസ്തീൻ സിവിൽ ഡിഫൻസ് വക്താവ് മഹമ്മൂദ് ബാസൽ പറയുന്നത്. മാസങ്ങൾക്കിടയിൽ ശക്തമായ ആക്രമണം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതും. വ്യോമാക്രമണത്തിന് പുറമെ ടാങ്കുകൾ ഉപയോഗിച്ച് കരയാക്രമണവും ഇസ്രായേൽ നടത്തുന്നുണ്ട്. അതേസമയം അഭയാർത്ഥി ക്യാമ്പിന് നേരെ ആക്രമണം നടത്തിയ വിവരം ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. റെസിഡൻഷ്യൽ ബിൽഡിംഗുകളും സ്കൂളുകളും ആശുപത്രികളും ഈ ആക്രമണത്തിൽ ഇസ്രായേൽ തകർത്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.